Morning students, welcome to Political Science class 8. Today we are going to study a new lesson, public facilities. Let's start the following topics. Water and the people of Chennai. Water as part of the fundamental rights to life. The government role. ഈ മൂന്ന് ഭാഗമാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത് വാട്ടർ ആൻഡ് പീപ്പിൾ ഓഫ് ചെന്നൈ. സെക്കൻഡ് പാർട്ട് വാട്ടർ ആസ് പാർട്ട് ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ലൈഫ്. ദ ഗവൺമെന്റ് റോളാണ് മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പബ്ലിക് ഫെസിലിറ്റീസ്. Okay, Ammu and Kumar are travelling through Chennai in a bus. As they go round the city, they observe the water facilities available in different parts of Chennai. Okay, Anna Nagar, Madipakam, Saidapet, Mylapore. Water and the people of Chennai. Senior government officials like Mr. Rama Gopal live in Anna Nagar, Chennai. This area looks lush and green with lawns maintained by a generous spraying of water. Bungalows here have tap water for major part of the day. On days when the water supply is inadequate, Mr. Rama Gopal speaks to a senior official whom he knows in the municipal water board, and a water tanker is easily arranged for this house. അപ്പം ഇവിടെ എന്താണ് ചെന്നൈയിലെ വാട്ടർ സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മളിപ്പം പഠിക്കുന്നത്. അപ്പോൾ ശ്രീ രാമഗോപാലിനെ പോലുള്ള കുറേ മുതിർന്ന ഉദ്യോഗസ്ഥർ ചെന്നൈയിലെ അണ്ണാനഗർ താമസിക്കുന്നുണ്ട്. അവിടെ ജലവിതരണം വെള്ളം കുറവാണ് അവിടെ ലഭിക്കുന്നത്. അപ്പം അദ്ദേഹം വാട്ടർ ബോർഡിനോട് അറിയിച്ച് അങ്ങനെ വാട്ടർ ടാങ്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എളുപ്പത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. മുനിസിപ്പൽ വാട്ടർ ബോർഡിനോട് പറഞ്ഞപ്പം അങ്ങനെ വാട്ടർ ടാങ്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് പണമുള്ളവർക്ക് വെള്ളം ലഭിക്കുന്നു, പണമില്ലാത്ത പാവപ്പെട്ടവർക്ക് വെള്ളം അങ്ങനെ ലഭിക്കില്ല. ലൈക്ക് മോസ്റ്റ് ഏരിയാസ് ഓഫ് ദി സിറ്റി, Subramanian's apartments in Mylapore suffers from water shortage. This area gets municipal water once in 2 days. A private borewell means some of the residents' water needs. Borewell water is, however, brackish, so the residents use it in their toilets and for washing. For other uses, water is purchased from tankers. Subramanian spends up to rupees 500 and 600 per month on buying water from the tankers. For drinking water, residents have installed a water purification system in their homes. അപ്പം നഗരത്തിലെ മിക്ക പ്രദേശങ്ങളിലെ പോലെ തന്നെ സുബ്രഹ്മണ്യൻ്റെ അപ്പാർട്ട്മെൻറ്റിലും മൈലാപ്പൂരിലും ജലക്ഷാമം അനുഭവപ്പെടുന്നു. ഈ പ്രദേശത്ത് 2 ദിവസത്തിലൊരിക്കലാണ് മുനിസിപ്പൽ വെള്ളം ലഭിക്കുന്നത്. പ്രൈവറ്റ് ബോർവെല്ലിൽ നിന്നാണ് ഇവർ വെള്ളം എടുക്കുന്നത്. ബോർവെല്ലിലെ വെള്ളം ഈ ഉപ്പുവെള്ളമായതിനാൽ അവർക്ക് ടോയ്ലറ്റിലും ഒക്കെ ഉപയോഗിക്കാനും കഴുകുന്നതിനും ഒക്കെയാണ് ഈ വെള്ളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടാങ്കിൽ നിന്നും വെള്ളം വാങ്ങുന്നതിന് സുബ്രഹ്മണ്യം പ്രതിമാസം 500-600 രൂപ വരെ ചിലവഴിക്കുന്നുണ്ട്. ഈ വെള്ളം കുടിക്കുന്നതിന് അവരുടെ വീടുകളിൽ ജലശുദ്ധീകരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സുബ്രഹ്മണ്യൻ്റെയും പഠിച്ചു, പിന്നെ രമാഗോപാലിൻ്റെയും കാര്യം പഠിച്ചു. ഇനി അടുത്ത് നോക്കിയേ, ശിവ ലീവ്സ് ഓൺ റെൻറ്റ് ഓൺ ദി ഫസ്റ്റ് ഫ്ലോർ ഓഫ് ദ ഹൗസ് ഇൻ മടിപ്പക്കം ആൻഡ് gets water once in 4 days. Shortage of water is one major reason why Shiva cannot bring his family to Chennai for drinking. Shiva buys bottled water. അപ്പം അതായത് ഈ വീടിൻ്റെ മതിപ്പക്കത്തിലെ വീടിൻ്റെ 1ാം നിലയിലാണ് ശിവ വാടകയ്ക്ക് താമസിക്കുന്നത്. 4 ദിവസത്തിലൊരിക്കലേ അവിടെ വെള്ളം ലഭിക്കത്തുള്ളൂ. ജലക്ഷാമം കാരണമാണ് ശിവൻ തൻ്റെ
കുടുംബത്തെ ചെന്നൈയിലേക്ക് കൊണ്ടുവരാറ്. അപ്പോൾ കുടിക്കാനായിട്ട് ശിവ വെള്ളം കുപ്പിവെള്ളം, ബോട്ടിൽഡ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. അടുത്ത പത്മ. പത്മ വർക്ക്സ് ആസ് എ ഡൊമസ്റ്റിക് ഹെൽപ്പ് ഇൻ സെയ്താപെറ്റ് ആൻഡ് ലീവ്സ് ഇൻ ദ നിയർ ബൈ സ്ലം. ഷീ പ്ലേസ് എ റെൻറ്റ് ഓഫ് ₹650 for the hutment, which he neither a bathroom nor a tap connection. For 30 such hutments there is a common tap at one corner in which water comes from a borewell for 20 minutes twice a day. A family gets to fill a maximum of 3 buckets within this time. The same water is used for washing and drinking. In summer, the flows become a trickle, so that one family gets water only at the cost of another. People have to wait long hours for water tankers. അപ്പം പത്മ എന്ന് പറയുന്നവർ സൈതാപേട്ടിലെ ഒരു വീട്ടു ജോലിക്കാരിയായി ജോലി ചെയ്യുന്നു. അവർ അടുത്തുള്ളൊരു ചേരിക്കുടിലാണ് 650 രൂപ വാടക കൊടുത്താണ് അവർ താമസിക്കുന്നത്. അവിടെ ബാത്റൂമിൽ ടാപ്പ് കണക്ഷനൊന്നുമില്ല. 30 കുടിലുകൾക്ക് ഒരു കോണിൽ ഒരു സാധാരണ ടാപ്പ് സൗകര്യം മാത്രമേ ഉള്ളൂ. അപ്പം അവർ ബോർവെല്ലിൽ നിന്ന് ദിവസവും വെള്ളം എടുക്കുന്നു. അതായത് 20 മിനിറ്റ് മാത്രമേ വെള്ളം വരികയുള്ളൂ. അതായത് പരമാവധി 3 ബക്കറ്റ് വെള്ളം അവർക്ക് കിട്ടും. കഴുകുന്നതിനും കുടിക്കുന്നതിനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. വേനൽക്കാലം ആകുമ്പോൾ വാട്ടർ ടാങ്കുകൾ മുന്നിൽ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നു അവർക്ക്. അടുത്ത നോക്കി, വാട്ടർ ആസ് എ പാർട്ട് ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ലൈഫ്. അപ്പം വാട്ടർ എന്ന് പറയുന്നത് മൗലിക അവകാശത്തിൻ്റെ ഭാഗമായി അത് ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പം ജീവിതത്തിനും വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ് ആൻഡ് ഫോർ ഗുഡ് ഹെൽത്ത്. അപ്പോൾ ജീവിതത്തിനും നല്ല ആരോഗ്യത്തിനും വെള്ളം അത്യാവശ്യമാണ്. നോട്ട് ഓൺലി ഈസ് ഇറ്റ് നെസസറി ഫോർ ആസ് ടു ബി ഏബിൾ ടു മീറ്റ് അവർ ഡെയിലി നീഡ്സ്, ബട്ട് സേഫ് ഡ്രിങ്കിങ് വാട്ടർ ക്യാൻ പ്രിവെൻറ്റ് മെനി വാട്ടർ റിലേറ്റഡ് ഡിസീസസ്. India has one of the largest number of cases of diseases such as diarrhea, dysentery, cholera. Over 1,600 Indians, most of them children below the age of 5, reportedly die every day because of water-related diseases. These deaths can be prevented if people have access to safe drinking water. അപ്പോൾ നോക്കിയേ, നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് വെള്ളം അത്യാവശ്യമാണ്. അപ്പം നല്ല കുടിവെള്ളം എന്ന് പറയുന്നത് പല രോഗങ്ങളും അകറ്റുവാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് വയറിളക്കം, ഛർദി, കോളറ തുടങ്ങിയ രോഗങ്ങളാണ്. 1600-ലധികം ഇന്ത്യക്കാർ അവരിൽ ഭൂരിഭാഗവും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ജലവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കാരണം എല്ലാ ദിവസവും മരിക്കുന്നതായി റിപ്പോർട്ട് ഉണ്ട്. The Constitution of India recognizes the right to water as being a part of the rights to life under Article 21. This means that it is the right of every person, whether rich or poor, to have sufficient amount of water to fulfill his or her daily needs at a price that he and she can afford. In other words, there should be universal access to water. ഇപ്പോൾ ആർട്ടിക്കിൾ 21 ജലത്തിനുള്ള അവകാശം, അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നു. ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് ഇത്. സമ്പന്നനാണെങ്കിലും അല്ലെങ്കിലും ഓരോ വ്യക്തിക്കും ഈ അവകാശമുണ്ട്. ദരിദ്രരാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് താങ്ങാവുന്ന വിലയ്ക്ക് സാർവത്രികമായ ജലലഭ്യത ഉണ്ടാകണമെന്നാണ് പറയുന്നത്. There have been several court cases in which both the High Courts and the Supreme Court have held that the right to safe drinking water is a fundamental right. More recently, in 2007, the Andhra Pradesh High Court arrested this while hearing a case based on a letter writing by a villager of Mahabubnagar districts on the contaminations of drinking water. The village's complaint was that a textile company was discharging poisonous chemicals into a stream near his village, contaminating around groundwater, which was the source of irrigation and drinking water. The judges directed the Mahabubnagar district collector to supply 25 liters of water to each person in the village. അപ്പം അടുത്ത ഇടയിൽ 2007 ആന്ധ്ര ഹൈക്കോടതി
എന്താണ് ഒരു ഗ്രാമീണൻ എഴുതിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് കേൾക്കുന്നതിനായി എന്താണ് മലിനീകരണത്തെക്കുറിച്ച് മെഹബൂബ് നഗറിൽ, അതായത് ഒരു അരുവിയിലേക്ക്, അടുത്തുള്ള അരുവിയിലേക്ക് വിഷവസ്തുക്കളൊക്കെ പുറന്തള്ളുക. ആ ഗ്രാമത്തിലെ ആളുകളെല്ലാം ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ആ ജലമാണ് ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി ഉപയോഗിക്കുന്നത്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് കേസ് കൊടുക്കുകയും അങ്ങനെ 25 ലിറ്റർ വെള്ളം വീതം വിതരണം ചെയ്യാൻ അവിടുത്തെ ജില്ലാ കളക്ടറോട് നിർദ്ദേശിക്കുകയും ചെയ്തു. നെക്സ്റ്റ്, പബ്ലിക് ഫെസിലിറ്റീസ്. ലൈക്ക് വാട്ടർ, there are other essential facilities that needed to be provided for everyone. Last year, you read about 2 other such facilities, healthcare and sanitation. അപ്പം നോക്കിയേ, പബ്ലിക് ഫെസിലിറ്റീസ് അഥവാ വെള്ളം പോലെ തന്നെ മറ്റ് ആവശ്യങ്ങളും എല്ലാവർക്കും മറ്റ് സൗകര്യങ്ങളും നൽകണം. ആരോഗ്യ സംരക്ഷണം, ശുചിത്വവും, അല്ലേ? അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി, സ്കൂൾസ് ആൻഡ് കോളേജസ് ദാറ്റ് ആർ ഓൾസോ നെസസറി. ദീസ് ആർ നോൺ ആസ് പബ്ലിക് ഫെസിലിറ്റീസ്. പബ്ലിക് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എന്താണ്? ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ട്, ഇതൊക്കെയാണ് പബ്ലിക് ഫെസിലിറ്റീസ്. The important characteristics of a public facility is that when it is provided, its benefits can be shared by many people. For instance, a school in the village will enable many children to get educated. Similarly, the supply of electricity to an area can be useful for many people. Farmers can run pumps to irrigate their fields. People can open small workshops that run on electricity. Students will find it easier to study. The most people in the village will benefit in some way or the other. അപ്പം എന്താണ്? കൃഷിക്കാർക്ക് ജലസേചന സൗകര്യത്തിലുള്ള പമ്പ് സെറ്റുകളെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, വൈദ്യുതി വിതരണം, ഇതെല്ലാം പബ്ലിക് ഫെസിലിറ്റീസിൽ ഉൾപ്പെടുന്നു. ഓക്കെ, ദ ഗവൺമെൻറ് റോള്. നെക്സ്റ്റ്, ദ ഗവൺമെൻറ് റോള്. ഓക്കെ, നമുക്ക് ഗവൺമെൻറ് റോള് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.